ഞങ്ങൾ നോക്കാനുള്ളത്. അവൻ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് നാട്ടുകാർക്ക് വേണ്ടി തന്നെ അവൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളവന്മാരെ ഒരു നിരപരാധിയാണ്. അവനെ കൊന്നതിന് അതിന്റെ പ്രതിഫലം ഇതല്ലേന്ന് അവന് കിട്ടാനുള്ളത്. ഞാൻ എന്റെ ഹൃദയപ്പെട്ട് എന്നും പറയുമായിരുന്നു, ഇതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കണമെന്ന്. ഞാൻ ഈ കരയുന്ന എന്റെ കണ്ണീരിന് അവന്റെ അമ്മ അതേപോലെ കരയണം. ഹോ, എന്നാൽ ഇങ്ങനെ ഒരു ശിക്ഷയൊന്ന് ആരും ചോദിച്ചു പോകും. 30-കാരൻ അർജുന് കിട്ടിയ ശിക്ഷയെ പറ്റി ഈ പറഞ്ഞു വരുന്നത് 10-12 വർഷമല്ല കേട്ടോ, 20 വർഷവും പിന്നെ ഒരു ജീവപര്യന്തവും. അപ്പോൾ നോക്കിയേ, ടോട്ടൽ 34 വർഷം. ജഡ്ജിക്ക് എന്താ വട്ടായോ എന്ന് ചോദിക്കാൻ വരട്ടെ. ഇവൻ കാണിച്ച പണി അത്തരത്തില. ഒരു പാവപ്പെട്ട ചെറുക്കനെ ഒറ്റ കുത്തിന് തീർത്തു. മണിക്കുട്ടൻ എന്ന 27-കാരനെ മദ്യപിച്ച് നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കിയ അർജുനൻ എന്ന ഇവനോട് ഒന്ന് അടങ്ങട എന്ന് മണിക്കുട്ടൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അതിന് ഇവൻ കൊടുത്ത പണി ഈ പാവം അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം തല്ലിക്കെടുത്തിക്കൊണ്ടായിരുന്നു. ഒറ്റ കുത്തിന് ആ പാവത്തെ തീർത്തു. അപ്പോൾ ഈ ശിക്ഷ കുറഞ്ഞു പോയില്ലേ? മണിക്കുട്ടൻ്റെ കേസിന്റെ വിധിയൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? 20 വർഷമാണ് പ്രതിക്ക് കിട്ടിയത്. 29 വയസ്സുള്ള മകനാണ്, നിങ്ങളെ നോക്കേണ്ട മകനാണ് നിങ്ങളെ വിട്ടു പോയത് അല്ലേ? അപ്പൊ അവനുണ്ടായിരുന്നെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ? വലിയ ഇഷ്ടമായിരുന്നു അച്ഛനും മോനെ. അതിനുശേഷം അച്ഛന് വല്ലാത്തൊരു അസുഖമൊക്കെ പിടിച്ചല്ലയോ? ഈ ഇടയ്ക്ക് ഈ കൊറോണ വന്നു, രണ്ട് കൈ വയ്യ, മൊത്തത്തിൽ വയ്യ. അത് തന്നെ ഈ കുറേ ഇവിടെ വന്നപ്പോൾ അവസ്ഥയിലായിപ്പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു വല്ലാത്തൊരു വിഷമത്തിൽ ഇരിക്കുമല്ലാരും അല്ലേ? ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത പൊന്നൂന് നോക്കിയാണല്ലേ? നല്ല രീതിയിൽ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. കൈവിട്ട് പോയി ഞങ്ങൾ നോക്കാനുള്ളത്. ഈ ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു, ഇതേ അവസ്ഥ വരത്തില്ലായിരുന്നു അല്ലേ അമ്മ? അമ്മ ഓർക്കുന്നുണ്ട് എല്ലാവർക്കും പരോപകാരമായിരുന്നു. എല്ലാവർക്കും പരോപകാരിയാണ്. ആർക്ക് എന്ത് സങ്കടം ഉണ്ടായാലും അവിടെ എത്തുക. പക്ഷെ ആർക്കെല്ലാം എന്ത് പറയാം, അവിടെ നിന്ന് മദ്യപിക്കരുന്ന് അങ്ങനെ ഒരു ചോദ്യം ചെയ്തല്ലേ ആ കുളത്തിന്റെ അടുത്ത്? നല്ല കാര്യം ചോദിച്ചതിനാണ് ഈ ശിക്ഷ അവന് കിട്ടിയത്. പക്ഷെ അവൻ വെള്ളം അടിച്ച് കഞ്ചാവ് അടിച്ച് മഴക്ക് മരുന്ന് അടിച്ച് നടക്കുന്നവന്മാരാണ്. ചോദ്യം ചെയ്തതിനാണ്. അമ്മ എപ്പോഴാ മണിക്കൂറിന് അവസാനം കാണുന്നത്? എപ്പോഴാ ഞാൻ കാണുന്നത് മരിക്കുന്നതിന് ഒരു 6-7 മണിയായി. മരിച്ചത് 9 മണി 8 മണിയോ 9 മണിയോ കണ്ടാണ് തോന്നുന്നത്. അപ്പോഴാണ് കണ്ടത്. എന്ത് പറഞ്ഞു ഇവിടുന്ന് പോയത്? ഇവിടുന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞു. ചുമ്മാ പറഞ്ഞിട്ട് പോയാണ് അങ്ങോട്ട് പോയത്? അമ്പലത്തിൽ അമ്പലത്തിൽ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു എവിടെ പോകണം എന്നിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ സാധാരണ എന്നും അമ്പലത്തിൽ പോകും. വൈകിട്ട് രാവിലെ പോകാൻ പറ്റില്ലെങ്കിൽ വൈകിട്ട് പോകും. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞ് പോകുന്നെന്ന് പറഞ്ഞ് പോയി. അതിനുശേഷം ഞാനിങ്ങനെ ഇവിടെ നടയിൽ നിൽക്കുകയായിരുന്നു. തൊഴുതും കൊണ്ട് നേരെ പോയി. അത് ഞാൻ കണ്ടു ഇവിടുത്തെ അമ്പലത്തിൽ കയറി ആ നടയിൽ നിൽക്കുകയായിരുന്നു. നിന്നപ്പോഴാണ് അവർ വിളിച്ച് ഇതാരാണ് ചതിച്ചത്, ആരാണ് കൊന്നതെന്ന് നമുക്ക് ഇതിനെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു പോക്കാണ് പോയത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കണ്ടത് അവൻ്റെ ജഡമാണ് ഞാൻ കണ്ടത്. ഒരു ഒറ്റ മകൻ അല്ലേ? 2 പെങ്ങന്മാർക്ക് ഒരേ ഒരു മോൻ. അന്നോട്ട് ഈ ഫോട്ടോ കാണുമ്പോൾ അമ്മ ചിന്തിച്ച ഈ ഇവനെ കൊന്നവന്മാർക്ക് അർഹിക്കുന്ന ശിക്ഷ അത്രേ ഉള്ളൂ. ഞാൻ എന്റെ ഹൃദയപ്പെട്ട് എന്നും പറയുമായിരുന്നു, ഇതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കണമെന്ന്. ഞാൻ ഈ കരയുന്ന എന്റെ കണ്ണീരിന് അവന്റെ അമ്മ അതേപോലെ കരയണം എന്ന് ഞാൻ ദൈവത്തോട് ഞാൻ വിളിക്കുക തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് അത് കിട്ടിയാലും എനിക്ക് ഇത്ര വലിയ ശിക്ഷ അവന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? ഞാൻ ഇത്ര ശിക്ഷ നമുക്ക് പിന്നെ ഇറങ്ങാനെടുക്കാൻ ആരുമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ കിട്ടുമെന്നുള്ള ഒരു ഇതില്ലായിരുന്നു. പക്ഷെ എന്തോ ദൈവത്തിന്റെ 20 വർഷം കിട്ടിയേക്കുന്നത്. അമ്മയുടെ കണ്ണീരിന്റെ ഫലം കണ്ടല്ലേ? ഇവര് പറയാൻ പറ്റത്തില്ലല്ലേ, ഇവരിനി അപ്പീലിന് പോയി ഇറങ്ങുമോ ഇല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലേ. അവര് ശിക്ഷിച്ചു. പിന്നെ എന്താണ് ഇനി അതിന്റെ പിറകെ ആൾക്കാരുണ്ടെങ്കിൽ പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയൊന്നും ഇടത്തില്ലായിരുന്നു അല്ലേ? ഈ ഒരു രീതിയിലേക്കൊന്നും ഇല്ല. എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടി ചെയ്യുമായിരുന്നു. നോക്കുമായിരുന്നു, എല്ലാ കാര്യവും നോക്കുമായിരുന്നു. ആര് വിളിച്ചാലും ഇറങ്ങി പോവില്ല, അങ്ങനെ സ്വഭാവം അല്ലേ? എല്ലാവരും സഹായമാണ്, എല്ലാവർക്കും സഹായമാണ്. അങ്ങനെ ഒരു സ്വഭാവം. അവൻ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് നാട്ടുകാർക്ക് വേണ്ടി തന്നെ അവൻ മരിക്കുകയും ചെയ്തു. നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് നാട്ടുകാർക്ക് വേണ്ടി മരിച്ചു. അതാണ് നിങ്ങളെക്കാളും നാട്ടുകാർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നാട്ടുകാർക്ക് ആരെന്ത് പറഞ്ഞാലും എന്തിനു വേണ്ടിയാണെങ്കിലും അവൻ ഫ്രണ്ടിൽ ഇറങ്ങും. ഈ കൊന്ന ആളെ അമ്മയ്ക്ക് അറിയാമോ?
ഞാൻ അവനെ അർജുൻ, നേരത്തെ അവന്റെ പേരെന്താ? കണ്ടിട്ടില്ല. അവന്റെ പേരെന്താ? അർജുനൻ. ഞാൻ അവനെ കണ്ടത് ഇപ്പൊ കോടതി വെച്ചാ കണ്ടത്, അല്ല ഞാൻ എനിക്ക് കണ്ടിട്ടില്ല ഞാൻ അവനെ. അമ്മനോട് ചോദിച്ചോ വല്ല എന്തെങ്കിലും ചോദിച്ചോ? ഞാനൊന്നും ചോദിച്ചില്ല. ചോദിക്കാൻ പോലീസായിട്ടാണ് ഇവനെ നിർത്തിയിരുന്നത്. നമുക്കൊന്നും ഞാൻ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനൊന്നും ചോദിച്ചില്ല. അമ്മയ്ക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, എന്തിനാണ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോലീസൊക്കെ നിന്ന് അതുകൊണ്ട് ഓൻ പറഞ്ഞു ഒന്നും ചോദിക്കരുത്, സംസാരിക്കരുതെന്ന് പറഞ്ഞു. അമ്മ ചോദിക്കാൻ അവസരം കിട്ടിയ അമ്മ എന്ത് ചോദിച്ചാൽ? എനിക്ക് ഞാൻ ചോദിക്കാൻ തന്നെ ചെയ്യുമായിരുന്നു. അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു, ഞാൻ ചോദിക്കുമായിരുന്നു. എന്നെ ഇങ്ങനെ പറഞ്ഞു വിലക്ക് ഇവരൊക്കെ നിൽക്കുകയാണ്, സംസാരിക്കാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. ഇവിടെയാണോ മണിക്കൂർ താമസിച്ചുകൊണ്ടിരുന്നത്? ആ, ഇവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഈ വീട്ടിൽ തന്നെ. അതിനുശേഷം അദ്ദേഹം അച്ഛൻ നേരത്തെ പണിക്കൊന്നും പോകത്തില്ലേ? വയ്യായോ? ജോലി ഉണ്ടായിരുന്നു, പെൻഷനായി. ജോലി എന്തായിരുന്നു? കോർപ്പറേഷനിൽ ജോലി ഉണ്ടായിരുന്നു. മണിക്കൂറിന് ജോലി എന്തായിരുന്നു? അവനിതേ ജോലി തന്നെ, കോൺട്രാക്ട് വർക്ക് പിടിക്കുകയും വർക്കിന് പണിക്കെല്ലാം പോകുമായിരുന്നു. അങ്ങനത്തെ പണിയായിരുന്നു. നേരത്തെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഇപ്പൊ മകൻ പോയതിനു ശേഷം? എൻ്റെ പെൻഷൻ്റെ രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. പെൻഷൻ കൊണ്ട് മാത്രം? പെൻഷൻ കിട്ടും അതിൽ. ഞാൻ വീട്ടു ജോലിക്ക് പോകുമായിരുന്നു. വീട്ടു ജോലിക്കൊക്കെ പോവാ? വീട്ടു ജോലിക്ക് പോകുമായിരുന്നു. കഷ്ടപ്പെട്ട് ഇപ്പൊ ജീവിക്കുന്നല്ലേ? ഇത് തന്നെ വാടകയ്ക്ക് താമസിക്കുമല്ലേ? മോളുടെ വീടാണ്. ഇവന്റെ ഈ അർജുന്റെ വീട്ടുകാരുടെ വല്ലതും കണ്ടായിരുന്നു അച്ഛന്? അവന്റെ അമ്മ? ഞാൻ അവരെ കണ്ടില്ലായിരുന്നു. അവരിപ്പോ ഇവിടുന്ന് ശ്രീവരാഗത്തുനിന്ന് മാറി പാപ്പനംകോട് എവിടെ ഗാരേജിനകത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് നമുക്ക് അവരുമായിട്ട് എനിക്ക് കണ്ടിട്ടില്ല. ഞാൻ ഇപ്പം ലാസ്റ്റ് അവിടെ വെച്ച് കോടതി വെച്ച് തന്നെയാണ് ഞാൻ കണ്ടത്. അല്ല, നിങ്ങൾക്കൊരു വക്കീലോ അതിന് കേസ് വാദിക്കാനോ ഒന്നും ഒരു മാർഗ്ഗമില്ല, ദൈവമായിട്ട് കൊടുത്ത ശിക്ഷയാണ്. അതാണ്, അതത്രേ ഉള്ളൂ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വക്കീലിനെ നിയമിച്ചില്ല. വക്കീലെ വയ്ക്കാൻ നമുക്ക് അതിനുള്ള നിവൃത്തിയില്ല. വക്കീലിനെ വെച്ച് പണം കൊടുക്കാനുള്ള നിവൃത്തിയില്ല. അപ്പം അങ്ങനെ ഇരുന്ന് ഞാനും ഇത്രയും വിചാരിച്ചില്ല നമുക്ക് വേണ്ടി ഇത്രയും വിധി ഇങ്ങനെ കിട്ടുമെന്ന്. നമ്മൾ ഇറങ്ങാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ഇതാണ് അവൻ 29 വയസ്സുള്ള ഫോട്ടോ അല്ലയോ? അങ്ങനെ വളർത്തിയ മകനല്ലയോ? ഒരുപാട് പ്രതീക്ഷയോടെ ഈ വീട് നോക്കേണ്ട മകനല്ലേ? ഓർമ്മയിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റം വന്നോ നിങ്ങൾക്കൊക്കെ? കുറച്ചങ്ങനെ ആ ഒരു ഇതിൽ മക്കളും ഒക്കെ കൂടെ കൊച്ചുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു കുറച്ചിതിലങ്ങനെ പോകുന്നു. ഇനി ഒരു മാതാപിതാക്കൾ ഈ ഒരു സംഭവം ഉണ്ടാവരുതല്ലേ? ഇങ്ങനെയുള്ളവന്മാരെ ഒരു നിരപരാധിയാണ്. അവനെ കൊന്നതിന് അതിന്റെ പ്രതിഫലം ഇതല്ലായിരുന്നു അവന് കിട്ടാനുള്ളത്. അമ്മ പറഞ്ഞ തൂക്കിക്കൊള്ളെന്ന് പറയുന്ന പിന്നെ അങ്ങനെയുള്ള ശിക്ഷയാണ് കിട്ടാനുള്ളത്. ഇപ്പൊ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ക്ഷമിക്കാൻ അത്രത്തോളം നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ ഇവന് ഇങ്ങനെയെങ്കിലും ഒരു അവസ്ഥ കിട്ടിയത് കൊണ്ട് കുറച്ചൊരു മനസ്സിലൊരു ആശ്വാസം കിട്ടിയിരിക്കുക. അന്നേരമൊക്കെ അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നില്ലേ? അവനെനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു? പലപ്പോഴും ഇവനെ അങ്ങനത്തെ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മാവനെ കണ്ടുപിടിച്ച് അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പെണ്ണായിപ്പോയില്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മകനുള്ളപ്പോൾ അച്ഛൻ്റെ കാര്യമൊക്കെ നോക്കുമായിരുന്നോ? അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം വല്ലാതെ ബുദ്ധിമുട്ടില്ല ജീവിക്കുന്നല്ലേ? അതെ.